ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധം ഇതാണ്. ഗസ്റ്റവ് എന്ന് പറയപ്പെടുന്ന ഈ ആയുധത്തെ ഒരു ടാങ്കറിന്റെ കൂടെ കമ്പയർ ചെയ്താൽ ഇങ്ങനെയായിരിക്കും. അതിന്റെ ബുള്ളറ്റ് ഒരു മനുഷ്യന്റെ സൈസിലുണ്ടാവും ഗൈസ്. ഇതിന്റെ റേഞ്ച് വന്നിട്ട് 47 കിലോമീറ്റർ ആണ്. ഈ വെപ്പൺ സെറ്റപ്പ് ചെയ്യാൻ 4000 പേര് വേണം. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ 1000 സോൾജേഴ്സ് ആവശ്യമുണ്ട്. ആൻഡ് ഇത് ഉണ്ടാക്കിയത് ആരാണെന്നറിയോ? ഫ്രഞ്ച് മാഗ്നറ്റ് ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ട് വലിയൊരു വെപ്പൺ നിർമ്മിക്കാനായിട്ട് ഹിറ്റ്ലർ കുറുപ്പ് സ്റ്റീൽ വർക്സിനോട് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഗസ്റ്റവ് എന്നറിയപ്പെടുന്ന ഈ വെപ്പൺ 1940 തന്നെ തീർത്തിരിക്കണം. എന്നാൽ ഇത് കംപ്ലീറ്റ് ആവുന്നത് 1941 50 മീറ്ററിലുള്ള ഈ വെപ്പണിൽ 40 ആക്സിൽസും 80 വീലുകളുമുണ്ട്. ഇതിന്റെ കാലിബറിന്റെ വെയിറ്റ് മാത്രം 7 ടൺ വരും. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ വെപ്പൺ ഉപയോഗിച്ച് 32 മീറ്റർ ആഴത്തിൽ ഒരു കുഴി ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതും ഒരു ഷോട്ടിൽ. എനിമികളെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടും ഇത് ഡിസ്മാൻഡിൽ ചെയ്തു. ഇതിനെ ക്യാരി ചെയ്യാൻ 5 ട്രെയിനുകൾ വേണ്ടി വന്നു. അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവന്ന ശേഷം 1.2 കിലോമീറ്ററിലുള്ള റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയ ശേഷമാണ് അതിനെ അവർ മൂവ് ചെയ്തിരുന്നത്. ഇത് സീക്രട്ട് ആയിട്ട് വെക്കാനായിട്ട് അവർ ഒരു ആർട്ടിഫിഷ്യൽ ഹില്ല് തന്നെ ഉണ്ടാക്കി. ആരും കാണാതിരിക്കാൻ സ്മോക്ക് ബോംബ്സും യൂസ് ചെയ്തു. ഇത് അസംബിൾ ചെയ്യാനായിട്ട് 3 ദിവസം വേണ്ടി വന്നു. അങ്ങനെ എല്ലാം അസംബിൾ ചെയ്തിട്ട് ഫസ്റ്റ് ഷോട്ട് ഫയർ ചെയ്തപ്പോൾ അത് 120 മീറ്റർ അകലെ മിസ്സായി പോയി വീണു. 1 മണിക്കൂറോളം പരിശ്രമിച്ചിട്ട് വേറെ ബുള്ളറ്റ് റീലോഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഫയർ ചെയ്തപ്പോൾ അത് വീണ്ടും തെറ്റായ സ്ഥലത്താണ് പോയിട്ട് വീണത്. 5 ദിവസങ്ങളായി 48 ഷോട്ടുകൾ ചെയ്തു, പക്ഷെ എല്ലാം മിസ്സായി. യൂസ് ചെയ്യും തോറും അതിന്റെ ബാരലിന്റെ ഷേപ്പ് മാറി ബുള്ളറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അക്യുറസി ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് അത് ജർമ്മനിക്ക് തിരികെ കൊണ്ടുവന്ന് അതിനെ നശിപ്പിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.